ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുവിൽ പ്രിയരെ, ഈ മനോഹരമായ ദിവസത്തിൽ വചനം കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനും അത് നൂറുമേനെ ഫലമുള്ളതായി തീരുവാനും ദൈവം ഈ മണിക്കൂറിൽ നമ്മുടെ കൂടെയായിരിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിന്ന് ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനമാണ്. അതെങ്ങനെയാണ് പറയുക? ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. വാക്കിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും നീ വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. ഏറെ മനോഹരമായ ഈ കാലഘട്ടത്തിന് ഏറെ യോജിച്ച തിരുവചനമാണ് നമുക്ക് ഇന്ന് ധ്യാനത്തിനായിട്ട് നൽകുക. ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാനായിട്ട് ഇടകൊടുക്കരുത്. എൻ്റെ മുമ്പിലിരിക്കുന്ന പല പ്രായത്തിലുള്ളവരുണ്ട്. ചെറുതൊട്ട് വലിയ പ്രായം വരെയുള്ള അനേകർ എൻ്റെ മുമ്പിൽ ഇത് ശ്രവിക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഞാൻ പ്രായം തികഞ്ഞവനാണല്ലോ, എനിക്ക് പ്രായപൂർത്തിയായതാണല്ലോ, പിന്നെ എന്തിനാണ് ഈ വചനം ഞാൻ ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വചനം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്: ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാനായിട്ട് ഇടവരുത്. അത് 60 കഴിഞ്ഞവനോ 90 കഴിഞ്ഞവനോ എന്നൊന്നും അവിടെ വ്യത്യാസമില്ല. മറിച്ച് പ്രായത്തിൻ്റെ പക്വതയിലേക്ക് നമ്മൾ വളർന്നോ എന്ന് ധ്യാനിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. നമ്മൾ കടന്നുപോയ ഈ നാളുകളിൽ ഏറെ അനുഗ്രഹത്തിൻ്റെ നാളുകളാണ്, ഏറെ അഭിഷേകത്തിൻ്റെ നാളുകളാണ്. എത്രയോ കണ്ടുപിടുത്തങ്ങളിലൂടെയാണ് മനുഷ്യൻ കടന്നു പോവുക. മനുഷ്യ ശരീരം പോലും മാറ്റിവെച്ച് മറ്റൊരുവന് ജീവൻ കൊടുക്കാൻ മാത്രം വളർന്ന ഒരു കാലഘട്ടത്തിൽ, കണ്ണെത്താ ദൂരത്ത് ആകാശത്തിൻ്റെ വിധാനത്ത് മനുഷ്യൻ ചേക്കേറി താമസം തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ, കടലിൻ്റെ ആഴങ്ങളിൽ മനുഷ്യൻ താമസിക്കുന്ന കാലഘട്ടത്തിൽ, എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും ഇത്രമേൽ പരാജയം മനുഷ്യന് അടിഞ്ഞുകൂടാനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഈ ജീവിതങ്ങളിലേക്ക് ഇത്രമാത്രം അധാർമികത പെരുകിക്കൊണ്ടിരിക്കുന്നത്? ഒരു വശത്ത് ഉയർന്ന ചിന്തകളും ഒത്തിരി കണ്ടുപിടുത്തങ്ങളും, മറുവശത്ത് അതിനേക്കാൾ അധപതനങ്ങളുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എന്തൊരു ദുരന്തത്തിൻ്റെ വാർത്തകളാണ് നമുക്ക് ചുറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏക കാരണം ഇതാണ്: വചനം ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ ആരും അവഗണിക്കാൻ ഇടവരുത്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു കടയിൽ പ്രഭാതത്തിൽ ഒരു 4:30 സമയത്ത് ചിക്കൻ മേടിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ 15 കിലോ ചിക്കൻ, ഒരു പ്രോഗ്രാമിനാണ്. അപ്പോൾ ആ ചേട്ടൻ പെട്ടെന്ന് ഉള്ളിലേക്ക് നോക്കിയിട്ട്, മോനെ 15 കിലോ ചിക്കൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഉള്ളിൽ നിന്നൊരു മകൻ ഇറങ്ങി വന്നു. ആ മകൻ ഒരു കൊച്ചു പയ്യനാണ്, ചെറിയ പൊക്കമൊന്നുമില്ലാത്ത ചെറിയൊരു കുഞ്ഞ്, ഒരു കുട്ടി മുണ്ടൊക്കെ എടുത്ത് അവൻ വന്നു. എന്നോട് ചോദിച്ചു, ചേട്ടാ എത്ര കിലോ ചിക്കൻ? ഞാൻ പറഞ്ഞു 15 കിലോ. അവൻ ചാടി ഇറങ്ങി അതിൻ്റെ അകത്ത് ഓരോ കോഴി എടുക്കുന്നു, അതിൻ്റെ കഴുത്തിറക്കുന്നു, അതിൻ്റെക്ക് ഇടുന്നു. അങ്ങനെ ഒരു 5-6 കോഴികളെ അവൻ എടുത്തു. അതിനുശേഷം അവൻ ഒന്നും കൂടെ ഉള്ളിലേക്കൊക്കെ പോയി. കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം അവൻ എന്നോട് ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് മുറിക്കേണ്ടത്? ഞാൻ പറഞ്ഞു, കറിക്ക് വേണ്ടി. അവനിങ്ങനെ ഓരോന്നിനെ എടുക്കുന്നു, അവിടെ വെക്കുന്നു, അതിനെ അവൻ തൊലി പൊളിക്കുന്നു. അതിനുശേഷം ആ തറ മുഴുവൻ വൃത്തിയാക്കുന്നു. അതിനുശേഷം അതിനെ വെട്ടി ഒരു കറിക്കുള്ള പാകത്തിലാക്കി മാറ്റിവെക്കുന്നു. വീണ്ടും ആ തറ കഴുകുന്നു, അടുത്ത കോഴി എടുക്കുന്നു. അങ്ങനെ ഈ 5-6 എണ്ണം എടുക്കുമ്പോഴും ഇവന് വൃത്തിയാക്കൽ കർമ്മം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അപ്പം എനിക്ക് കൗതുകത്തോടു കൂടിയാണ് ഞാൻ ഇതിനെ നോക്കി നിൽക്കുന്നത്. പ്രഭാതത്തിൽ 4:30 മണിയാണ്. അപ്പോൾ ഞാൻ ഈ ചേട്ടനോട്, ഈ ഉപ്പയോട് ചോദിച്ചു, ചേട്ടാ ജന്മന ഇവന് പൊക്കം കുറഞ്ഞു പോയതാണ്, മകനെ പൊക്കം കുറഞ്ഞ മകനാണ്. അപ്പോൾ ആ ചേട്ടൻ പുഞ്ചിരിച്ച് എന്നോട് പറഞ്ഞു, അച്ഛാ ഇത് ജന്മനാ പൊക്കം കുറഞ്ഞതല്ല, എൻ്റെ മകളുടെ മകനാണ്. അപ്പോൾ എനിക്ക് വീണ്ടും കൗതുകമായി. ഞാൻ ചോദിച്ചു, ഈ മകൻ എത്രയിലാണ് പഠിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവൻ 5-ാം ക്ലാസ് പാസ്സായതുള്ളൂ. ഒരുപക്ഷെ ബാലവേല എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ലത്. അവൻ്റെ ഒരു ഇഷ്ടത്തിന് വേണ്ടി വരിക, ഒരു കൂലിപ്പണിയല്ല അവൻ്റെ ഉപ്പായെ വെറുതെ പ്രഭാതത്തിൽ സഹായിക്കാൻ വെറുതെ കൂട്ടിന് വരുന്നൊരു മകനാണ്. അപ്പം ഈ ഉപ്പ എന്നോട് പറഞ്ഞു, ഇവൻ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എൻ്റെ കൂടെ എഴുന്നേൽക്കും, ഞങ്ങൾ ഒരുമിച്ച് കടയിലേക്ക് വരും, വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അവൻ
വൃത്തിയാക്കിയിട്ട് അവനൊരു 6 മണി വരെ എന്നെ സഹായിക്കും. അതിനുശേഷം അവൻ ദേവാലയത്തിൽ പോയി വേദോപദേശം പഠിക്കും. അതിനുശേഷം അവൻ സ്കൂളിൽ പോകും. വന്നു കഴിഞ്ഞാൽ അവൻ്റെ ആദ്യത്തെ കർമ്മം നാളത്തേക്ക് പഠിപ്പിച്ചതെല്ലാം പഠിച്ചൊരുങ്ങുക. അതിനുശേഷം 6:30-7 മണിയോടുകൂടി വീണ്ടും എൻ്റെ അടുത്ത് വരും. അങ്ങനെ ഞങ്ങൾ 10, 11, 12 മണിക്ക് എൻ്റെ കൂടെ ഇവനുണ്ടാകും. അതിനുശേഷമാണ് വീട്ടിൽ പോകുക. നമുക്കറിയാം, ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഈ ഉപ്പായെ വല്യപ്പനെ സഹായിക്കാൻ യാതൊരു സാധ്യതയില്ല. വീട്ടിൽ സഹായിക്കാം, പക്ഷേ ഒരു ജോലിയിൽ വന്ന് അവന് സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവനില്ല. അതുമാത്രമല്ല, ഈ കുഞ്ഞ് കാണിക്കുന്ന പ്രവൃത്തികൾ നമ്മുടെയൊക്കെ കണ്ണിനെ തുറപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഒരു കോഴി എടുത്തു കഴിഞ്ഞാൽ അതിനെ അവൻ പഠിച്ച വേദങ്ങൾ ഓതിക്കൊടുത്ത് വെള്ളം കൊടുത്ത് അതിനെ കൊല്ലണമെന്ന് തിരിച്ചറിവ് ബോധ്യം ഈ കുഞ്ഞിന് എവിടെ നിന്നാണ് കിട്ടി? ഓരോ കോഴി എടുക്കുമ്പോഴും ആ ടേബിൾ വൃത്തിയാക്കണമെന്നും വൃത്തിയാക്കിയതിന് ശേഷം അതിനെ മുറിച്ചതിന് ശേഷം അടുത്തതെടുക്കുന്നതിന് വീണ്ടും വൃത്തിയാക്കണമെന്നുള്ള ബോധ്യം ആ കുഞ്ഞിന്, ഈ 5ാം ക്ലാസ്സിലെത്തിയ കുഞ്ഞിന് എവിടെ നിന്നാണ് കിട്ടിയേ? ഇവൻ തിരിച്ചു വന്നു കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നാളത്തെ പാഠങ്ങൾ പഠിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഓടിപ്പോയി എൻ്റെ ഉപ്പയെ സഹായിക്കണമെന്ന ബോധ്യം ഈ കുഞ്ഞിന് പ്രായത്തിൽ കവിഞ്ഞൊരു പക്വതയിലേക്ക് ഈ കുഞ്ഞിനെ ആരാണ് വളർത്തിയത്? പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞ് ആർജിച്ചെടുത്തൊരു ജ്ഞാനമാണ്. ആരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒരു സാക്ഷ്യമാണ് ഇന്നും ആ കുഞ്ഞ് ആ പ്രദേശത്തിന് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ മൊബൈലിനും TV-കൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും ഇച്ഛകൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി ഓടുമ്പോൾ ഈ കുഞ്ഞ് അവൻ്റെ വെല്ലുപ്പനെ സഹായിച്ച് ജീവിതത്തിൽ പാഠങ്ങൾ പഠിച്ചും വേദോപദേശങ്ങൾ പഠിച്ചും ആർജിച്ചെടുക്കുന്ന ജ്ഞാനത്തിൻ്റെ പേരാണ് നിങ്ങളുടെ പ്രായത്തിൻ്റെ പക്വത എന്ന് പറയാം. മറ്റൊരു സാക്ഷ്യം കൂടി പറയാം. ഞാൻ ഒരു സ്ഥലത്ത് ബസ്സിറങ്ങി അടുത്ത കടയിലേക്ക് യാത്ര ചെയ്യുക. അപ്പോൾ കടയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സ്ഥലമൊന്നും പറയുന്നില്ല. യാത്ര ചെയ്യുന്ന വഴിയിൽ വലിയ തിരക്ക്, ആൾക്കൂട്ടത്തിൻ്റെ തിരക്ക് കണ്ട് ഒന്ന് കണ്ണോടിച്ച് നോക്കിയപ്പോൾ മനസ്സിലായ അതൊരു ബാറാണ്. ബാറിൻ്റെ വലിയ ബോർഡുണ്ട്. അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് വീണ്ടും നടന്ന് കുറച്ച് മുമ്പോട്ട് എത്തിക്കഴിഞ്ഞപ്പോൾ 2 ചെറുപ്പക്കാർ മുഖം കുത്തി അവിടെ നിലത്ത് വീണ് കിടക്കുകയും അവർ എഴുന്നേൽക്കാൻ പരിശ്രമിക്കുന്നു. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി തുടങ്ങിയ പാടെ അതിലൊരാൾ ഒരു തെറി വിളിച്ച് എന്നെ അവിടുന്ന് ഓടിച്ചു. ഞാൻ പെട്ടെന്ന് മാറി. നല്ല കേൾക്കാൻ രസമുള്ളൊരു തെറിയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടുന്ന് പുറകോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് 2 പേരും നല്ലപോലെ ഫിറ്റായിട്ട് ഓഫായി കിടക്കുകയാണ്. പക്ഷേ ഈ പിള്ളേരെ കുറിച്ച് പറയാം. ഈ 2 പിള്ളേരും കിടക്കുന്നത് കെട്ടിപ്പിടിച്ചാണ്. ഒരാളുടെ കഴുത്തിൽ, മറ്റൊരാളുടെ കഴുത്തിൽ. അങ്ങനെ മുഖത്തോട് മുഖം കുത്തി നിലത്ത് വീണ് കിടക്കുന്നു. 2 പേരുടെയും പുറത്തുള്ള ഭാവങ്ങൾ ഇതാണ്. 2 പേരും ഇൻസേർട്ട് ചെയ്തവരാണ്. നല്ല ഷർട്ട് ഇൻസൈഡൊക്കെ ചെയ്ത് ജെന്റിൽമാൻ. ഒരാളുടെ തോളിൽ ഒരു നല്ല ലെതറിൻ്റെ ബാഗ് കിടപ്പുണ്ട്, നിലത്ത് വീണ് കിടപ്പുണ്ട്. ഒരാളുടെ പോക്കറ്റിൽ നിന്നും ഐഫോൺ പുറത്തു ചാടി കിടപ്പുണ്ട്. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഇവർ തെറി പറഞ്ഞത് എന്നെയല്ല. കാരണം ഇവർ പരസ്പരം കുറച്ച് സമയമായി തെറി വിളിച്ച് കളിക്കുകയാണ്. ഒരാളങ്ങോട്ട് മറ്റൊരാളങ്ങോട്ട്. അപ്പോൾ അവരിങ്ങനെ വായിൽ നിന്നും തുപ്പലൊക്കെ ഒലിക്കുന്നുണ്ട്, എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ 2 പേരും ചേർന്ന് മുഖത്തോട് മുഖം അധപതിച്ച് കിടക്കുക. പ്രിയപ്പെട്ടവരെ, നല്ല ജെന്റിൽമാൻ, കണ്ടാൽ നേരെ നിൽക്കുമ്പോൾ ആരും നോക്കിപ്പോകുന്ന 2 മിടുക്കരായ ചെറുപ്പക്കാർ, നല്ല ഇൻസേർട്ട് ചെയ്ത് പക്വതയുണ്ട് എന്ന് തോന്നുന്ന ചെറുപ്പക്കാർ, VIP ബാഗുകൾ ഉപയോഗിക്കുന്ന, VIP ഫോൺ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാർക്ക് എന്താ പറ്റിയേ? അവർ പ്രായത്തിൻ്റെ പക്വതയിൽ നിന്നും അധപതിച്ചു കഴിഞ്ഞപ്പോൾ പാതാളത്തോളം താഴ്ന്ന് തരം താഴ്ന്ന 2 മക്കളായിട്ട് അവശേഷിക്കുകയാണ്. എന്താ കാരണം? ഈ പ്രായത്തിൻ്റെ പക്വതയിലേക്ക് നമ്മൾ വളരുന്നില്ല. നമുക്കാവശ്യം നമ്മുടേത്. ഇപ്പോൾ എന്തെനിക്ക് വേണം? എൻ്റെ സന്തോഷങ്ങൾക്കും സമൃദ്ധികൾക്കും ഇഷ്ടങ്ങൾക്കും മോഹങ്ങൾക്കും ഇച്ഛകൾക്കും വേണ്ടി ഞാൻ യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ തകർന്നു പോകുന്നത് എൻ്റെ പ്രായത്തിൻ്റെ പക്വതയാണ്. യൗസേപ്പിതാവിൻ്റെ ചിത്രം നമുക്കൊക്കെ പരിചയമാണ്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ മറിയത്തിൻ്റെയും യൗസേപ്പിതാവിൻ്റെയും ചിത്രത്തെ നിങ്ങൾ ഒന്നുകൂടെ ആഴത്തിലൊന്ന് നോക്കണം. പരിശുദ്ധ അമ്മയുടെ ചിത്രം എപ്പോഴും ഒരു ചെറുപ്പക്കാരിയുടെ ചിത്രമായിട്ടാണ് സഭ വരച്ചു വെച്ചിരിക്കുക. എന്നാൽ യൗസേപ്പിതാവിൻ്റെ ചിത്രം പ്രായത്തിൻ്റെ പൂർണ്ണത തികഞ്ഞ ഒരു 60 കഴിഞ്ഞ ഒരു അപ്പൻ്റെ ചിത്രമായിട്ടാണ് സഭയിൽ എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. ആ വൈരുദ്ധ്യം എന്തുകൊണ്ടാണ് സഭാ മാതാവ് പഠിപ്പിക്കാൻ കാരണം? നമുക്കറിയാം, പരിശുദ്ധ അമ്മയെ പോലെ തന്നെ ചെറുപ്പക്കാരനായിരുന്നു യൗസേപ്പിതാവ്. 30-35 വയസ്സിനിടയിലുള്ള ഒരു ചെറുപ്പക്കാരൻ.
എന്തുകൊണ്ടാണ് സഭ ആ ചെറുപ്പക്കാരനെ കാണിക്കാതെ 60 വയസ്സ് കഴിഞ്ഞ ഒരു അപ്പനിലേക്ക് ഈ ഒരു യൗസേപ്പ് പിതാവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ രൂപത്തെ വരച്ചു വെച്ചിരിക്കാൻ കാരണം? അത് ഈ വചനത്തിന്റെ പ്രത്യേകതയാണ്. എന്തുകൊണ്ടാണ് ഈ 33-34 വയസ്സുള്ള ചെറുപ്പക്കാരൻ എല്ലാ സ്വപ്നങ്ങളും ഇച്ഛകളും ഉണ്ടായിരുന്ന ചെറുപ്പക്കാരനാണ്, എല്ലാ മോഹങ്ങളും ഉണ്ടായിരുന്ന മനുഷ്യനാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോട് തൻ്റെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ചപ്പോൾ പ്രായത്തിൽ കവിഞ്ഞ പക്വതയിലേക്ക് ആ മകൻ വളർന്നു എന്നതാണ് സഭാമാതാവ് നമ്മളെ പഠിപ്പിക്കുന്ന ചരിത്രം. അതുകൊണ്ടാണ് ഈ 30 വയസ്സിനും 35 വയസ്സിനും ഇടയിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം അവൾ ജന്മനാ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവളാണ്. അവളെല്ലാം ദൈവത്തിന് കൊടുക്കപ്പെട്ടവൾ. അതുകൊണ്ട് അവളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിഷയമില്ല. പക്ഷേ യൗസേപ്പ് പിതാവ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവൻ ആഗ്രഹിച്ച് നടന്നൊരു വിവാഹത്തിലേക്കാണ് പ്രവേശിക്കാൻ പോകുന്നത്. അവൻ ഒത്തിരി തപ്പിത്തടഞ്ഞ് പ്രവാചകന്റെ അടുത്ത് പോലും പോയിട്ട് അവന്റെ വാക്കുകൾ കേട്ട് അതിനുവേണ്ടി ജീവിച്ച് അങ്ങനെ ഒരു സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് സ്വർഗത്തിന്റെ ദൂതൻ വന്ന് പറയുക, മോനെ, നിന്റെ സ്വപ്നങ്ങൾ അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് വചനം അവനെക്കുറിച്ച് എഴുതിയിരിക്കുക, അവൻ നിദ്രയിൽ നിന്ന് ഉണർന്നു. എന്ത് നിദ്രയാ? അവന്റെ ഇഷ്ടങ്ങളുടെ, ഇച്ഛകളുടെ, മോഹങ്ങളുടെ, ആഗ്രഹങ്ങളുടെ ഇച്ഛയിൽ നിന്നും അവൻ നിദ്രയിൽ നിന്നും ഉണർന്നു എന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഉണർന്നപ്പോഴാണ് പ്രായത്തിൽ കവിഞ്ഞ പക്വതയിലേക്ക് ഈ ജോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വളരാൻ കാരണം. ഇവൻ 60 കഴിഞ്ഞത് കൊണ്ടല്ല ആ തീരുമാനമെടുത്തത്. വചനം പറയുക 60 കഴിഞ്ഞാലാണ് ഒരു മനുഷ്യൻ പക്വത എത്തുക എന്നാണ് വചനം പഠിപ്പിക്കുക. 60 കഴിഞ്ഞ മനുഷ്യൻ പക്വത എത്തി. അതുകൊണ്ടാണ് ചരിത്രം വരച്ചു വെക്കുക, 30-ാമത്തെ വയസ്സിൽ 60ന്റെ പക്വത എത്തിയ ചെറുപ്പക്കാരന്റെ പേരാണ് ജോസഫ്. അതുകൊണ്ടാണ് അവന്റെ വാക്കുകൾ സ്വർഗത്തിന്റെ വാക്കായി. ഒരുപക്ഷെ ഞാൻ ഇവളെ അറിയില്ല എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി ഒരമ്മയും കുഞ്ഞും ഈ ഭൂമിയോട് വിട പറയേണ്ടി വരും. ചെയ്യാത്ത തെറ്റിന് വേണ്ടി ഒരമ്മ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് തൻ്റെ സ്വപ്നങ്ങളെ, ഇച്ഛകളെ, മോഹങ്ങളെ വേണ്ടെന്ന് വെച്ചപ്പോൾ സ്വർഗത്തിന് സാക്ഷ്യമായി തീരാൻ ഈ ചെറുപ്പക്കാരന് സാധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് പക്വതയുടെ ചെറുപ്പക്കാരൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുക. അങ്ങനെ തീരുമാനമെടുത്തപ്പോൾ അവൻ്റെ വാക്കുകൾ സ്വർഗത്തിൻ്റെ വാക്കുകളായി, അവൻ്റെ നോട്ടങ്ങൾ സ്വർഗത്തിൻ്റെ നോട്ടങ്ങളായി, അവൻ്റെ ചിന്തകൾ സ്വർഗത്തിൻ്റെ ചിന്തകളായി, അവൻ്റെ ചലനങ്ങളെല്ലാം സ്വർഗത്തിൻ്റെ ചലനങ്ങളായി. അതുകൊണ്ട് പിന്നീട് ആരും അവനിലൂടെ നശിക്കാനിട വന്നിട്ടില്ല, അവനിലൂടെ തകരാനിട വന്നിട്ടില്ല. അതുകൊണ്ട് ചരിത്രം പറഞ്ഞു, ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും വലിയ വിശ്വാസി അത് യോസേപ്പ് പിതാവ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പക്വത, അതുകൊണ്ടാണ് ഈ പക്വതയിലേക്ക് വളരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വചനം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുക. അതുകൊണ്ടാണ് തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം അതിങ്ങനെയാ പറയുക, ആരും നിന്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ അവഗണിക്കാൻ ഇടയാക്കരുത്. സന്ധ്യാസമയങ്ങളിൽ നാൽക്കവലുകളിൽ 4 കാലിൽ എഴയുന്ന ഒരു അപ്പൻ എന്തൊരു നാണം കെട്ട മനുഷ്യനാണ്. അയൽവക്കങ്ങളിലും നാട്ടിലും അയൽക്കൂട്ടങ്ങളിലും പോയി സ്വന്തം ജീവിത പങ്കാളിയുടെയും മക്കളുടെയും മാതാപിതാക്കളുടെയും കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരു അമ്മ എന്തൊരു അധപതിച്ച അമ്മയാണ്. പ്രായത്തിൽ പക്വതയില്ലാതെ ജീവിച്ചു തീർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പക്വതയിലേക്ക് വളരണമെങ്കിൽ ഇനി എന്തു വേണമെന്ന് സുവിശേഷം വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്. എന്താണ്? വാക്കുകളിൽ നീ വിശുദ്ധനാകുക. വാക്കുകളിൽ നമ്മുടെ വാക്കുകൾക്ക് 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, വാക്ക് ജീവൻ നൽകുന്നതാണ്. 2, വാക്ക് കൊലപ്പെടുത്തുന്നതാണ്, മരിപ്പിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്, അത് വെറുതെ വാക്കെന്ന് പറഞ്ഞാൽ അത് സന്ദേശങ്ങളുടെ കൈമാറ്റമാണ്. അത് നമ്മൾ പറയുന്ന വാക്കുകൾ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും അത് വാക്കാണ്. ചിലപ്പോൾ നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സന്ദേശം നമുക്കറിയാത്തൊരു സന്ദേശമാണ്. വെറുതെ പറയാം, ഒരു പുലി പിടിച്ചു എന്നതാണ് ഇപ്പൊ കാലഘട്ടത്തിന്റെ പ്രത്യേകിച്ച് ഒരു ഇതാണല്ലോ, ഒരു പുലി പിടിച്ചു. ഒരുപക്ഷെ ആ പുലി പിടിച്ചു എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ചിത്രങ്ങൾ ചേർക്കുന്നു, ആ പുലി പിടിക്കാത്ത ആളുകളുടെ ഫോട്ടോകൾ ചേർക്കുന്നു. അങ്ങനെ കൈമാറ്റം ചെയ്യപ്പെട്ട് വരുമ്പോൾ പുലി ഇറങ്ങിയതും പിടിച്ചതും ഒരു ദേശത്ത്, വാർത്ത വന്നത് മറ്റേ ദേശത്തെക്കുറിച്ച്. നമ്മളത് കൈമാറ്റം ചെയ്യപ്പെടുക, അറിയാത്ത വാർത്തകൾ. വെറുതെ ഉദാഹരണത്തെ പറഞ്ഞു. മറ്റൊന്ന്, ഒരാൾ പീഡിപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞ് നശിപ്പിക്കുകയാണ്.
ആ പീഡിപ്പിക്കപ്പെട്ട ആളെക്കുറിച്ച് ബോധ്യം പോലും ഇല്ലാതെ ഏതോ ഒരു ചിത്രം വെച്ച് ആരൊക്കെയോ നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു ഫോട്ടോ നമ്മൾ അനേകരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും യഥാർത്ഥത്തിൽ പീഡിപ്പിച്ച ആൾ മറ്റൊരാളായിരുന്നു. നോക്കിയേ, ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ ഈ ഒരു സന്ദേശത്തിൻ്റെ കൈമാറ്റം മതി. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന മെസ്സേജുകൾ അത് നമ്മൾ അത്രമേൽ 100% ഉറപ്പായതിനു ശേഷം മാത്രമേ മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ അത് വാക്കിൽ നമുക്ക് പക്വതയില്ലാത്തതിൻ്റെ അടയാളമായിട്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മേൽ വചനം നിറഞ്ഞു എന്നാ പറയാം. വചനത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആ നിറഞ്ഞ വചനമാണ് മാംസം ധരിച്ചത്. ആ മാംസം ജീവനായിരുന്നു, ആ ജീവൻ ദൈവമായിരുന്നു. ആ ദൈവം ഇന്നും അനേകർക്ക് ജീവനും ജീവിതവും കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധരുടെ വാക്കുകൾ ഇന്നും അനേകർക്ക് ജീവനുള്ളതാക്കി കൊടുക്കാൻ കാരണം അവർ പറഞ്ഞ വാക്കുകൾക്ക് ജീവനുണ്ടായിരുന്നത്. ആരെയും തരം താഴ്ത്താനോ, ആരെയും കൊന്നുകളയാനോ, ആരെയും കുറ്റപ്പെടുത്താനോ ഈ കാലഘട്ടം അത്രയും ആ വാക്കുകൾക്ക് സാധിച്ചിട്ടില്ല. മറിച്ച് ജീവൻ കൊടുക്കുന്ന വചനങ്ങളായിരുന്നു വിശുദ്ധരുടെ തിരുവാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വചനങ്ങൾ അത് പ്രായത്തിൻ്റെ പക്വതയിലുള്ളതാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരപ്പൻ വിചാരിക്കുകയാണ്, ഞാൻ ഭാര്യയെ മക്കളെ തെറി പറയുമ്പോൾ ഞാൻ അപ്പനാകുന്നത്. അല്ല, അത് പതനവാ, അത് തകർച്ചയാണ്. എൻ്റെ വാക്കിൽ പരാജയമാണത്. ഒരപ്പൻ തെറി പറയുന്നത് നാട്ടുകാർ കേൾക്കുമ്പോൾ ആ അപ്പൻ ഭൂമിയോളം പരാജയപ്പെട്ട മനുഷ്യനാണ്. ഒരമ്മ വിചാരിക്കുകയാണ്, ഞാനിങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോൾ ഞാൻ വലിയതായി. ഇല്ല, അത് പരാജയം, അത് തകർച്ചയാണ്. അത് നിന്റെ കുടുംബത്തെ മുഴുവൻ നാണം കെടുത്തുന്ന വാക്കായിട്ട് മാറുകയാണ്. പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവർക്ക് സാന്നിധ്യമായിരുന്നു. യോസേപ്പിതാവിൻ്റെ വാക്കുകൾ എപ്പോഴും മറ്റുള്ളവർക്ക് ജീവനായിരുന്നു. യേശു തമ്പുരാന്റെ വാക്കുകൾ കാൽവരിയിൽ സ്വയം ബലി കൊടുക്കാൻ നേരത്ത് 6 അടി മുറിവായി കിടക്കുന്ന യേശു തമ്പുരാന്റെ വാക്ക്, അവന്റെ നാവിൽ നിന്ന് വന്ന അവസാന വാക്കിതാണ്, കർത്താവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. പ്രിയപ്പെട്ടവരെ, ഇന്നും ജീവനും ജീവിതവുമേകുന്ന വാക്ക്. നമ്മുടെ വാക്കുകൾ എന്താണ്? ആഴത്തിൽ അളന്ന് തൂക്കി നമ്മൾ വാക്കുകൾ ഉപയോഗിക്കണം. വിശുദ്ധ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ എനിക്ക് ചില നാടകീയ രംഗങ്ങളൊക്കെ ഓർമ്മ വരാറുണ്ട്. യേശു ചില നല്ലപോലെ അഭിനയിക്കാൻ അറിയാവുന്ന ഒരു മനുഷ്യൻ. അതുകൊണ്ടാണ് ഒരു സമയത്ത് യേശുവിൻ്റെ അടുത്തേക്ക് പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുന്നുണ്ട്. പാപിനിയായ സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ യേശു നിലത്തിരുന്ന് ചിത്രം വരയ്ക്കുകയായിരുന്നു എന്ന് വചനം എഴുതി വെക്കുന്നു. ഒരുപക്ഷെ നമുക്കതിൻ്റെ അർത്ഥവും ആഴവും ഒന്നും ഇനി മനസ്സിലായിട്ടുണ്ടാവില്ല. അവനിങ്ങനെ ചിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മുമ്പിൽ ഒരാളെ കൊണ്ടുവരികയാണ്. എൻ്റെ മുമ്പിൽ രോഗിയോ ഒരു പാപം ചെയ്യാതെ ആളെ കൊണ്ടുവരുമ്പോൾ ഞാനിങ്ങനെ നിലത്ത് അല്ലെങ്കിൽ എൻ്റെ ബുക്കിൽ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരുന്നാൽ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ പറയും, ഈ അച്ഛൻ എന്ത് വൃത്തികെട്ടവനാണ്. കാരണം എന്താ? മുഖത്തേക്ക് നോക്കി ഒന്ന് കേൾക്കാൻ പോലും മനസ്സില്ലല്ലോ. ഒരുപക്ഷെ യേശുവിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ? യേശുവിൻ്റെ മുമ്പിൽ ഒരാളെ കൊണ്ടു നിർത്തുമ്പോൾ യേശുവിനോട് പറയുകയാണ്, യേശുവേ, ഇവൾ പാപം ചെയ്തവളാ, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ നീ വിധിക്കണം എന്ന് പറയുമ്പോൾ നിലത്തേക്ക് നോക്കി എഴുതിയിരിക്കുമ്പോൾ അവൻ എന്ത് അഭിനയമാണ്. പക്ഷേ ആഴത്തിൽ ആ വചനത്തെ വീണ്ടും വീണ്ടും നമ്മളൊന്ന് ധ്യാനിച്ചു നോക്കിക്കേ. നമ്മുടെ വാക്കുകൾ എപ്പോഴും ഉടനെ മറുപടിയാണ്. നമുക്ക് പെട്ടെന്ന് മറുപടി ഉണ്ട്, പക്ഷേ അതിൽ ധ്യാനമില്ല, മനനമില്ല എന്നതാണ് നമ്മുടെ പരാജയം. ധ്യാനിക്കാതെ മനനം ചെയ്യാതെയുള്ള വാക്കുകൾ എപ്പോഴും നമ്മളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ യേശുവിൻ്റെ വാക്കുകൾ എപ്പോഴും ഒരു വേള ധ്യാനത്തിനൊടുവിൽ അവൻ ചിത്രം വരയ്ക്കുകയായിരുന്നില്ല, അവൻ ധ്യാനിക്കുകയായിരുന്നു. എന്ത് ധ്യാനിച്ചു? എൻ്റെ മുമ്പിൽ 2 കൂട്ടരുണ്ട്. ഒന്ന് പാപം ചെയ്തവരും, ഒന്ന് പാപമില്ല എന്ന് നടിച്ച് പാപം ചെയ്തവളെ കൊല്ലാനായി വിധിക്കാൻ വേണ്ടി കടന്നു വന്ന് കല്ലുകളുമായി നിൽക്കുന്ന മക്കൾ. എൻ്റെ ദൈവമേ, പിതാവായ ദൈവമേ എന്ന് അവൻ ഉള്ളിൽ വിളിച്ചു കാണും. എന്നിട്ട് ചോദിച്ചു കാണും, ദൈവമേ, ഞാൻ എന്ത് വാക്കാണ് ഈ മക്കളോട് പറയേണ്ടത്? എനിക്ക് 2 കൂട്ടരെയും വേണം. പാപം ചെയ്ത് നിൽക്കുന്ന പാപിനിയായ സ്ത്രീ എനിക്ക് നേടണം. അവളെ വിധിക്കാൻ വേണ്ടി പാപമില്ലെന്ന് തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ഈ ജനക്കൂട്ടത്തെ എനിക്ക് നേടണം. അതുകൊണ്ട് ഞാൻ എന്ത് പറയണം? അങ്ങനെ കാച്ചി കുറുക്കിയെടുത്ത 2 വാക്കുകളുടെ പേരാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ കല്ലെറിഞ്ഞു കൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ഉടനടി ആ കല്ലുകളുമായി വന്നവർ കല്ല് താഴേക്ക് ഇട്ടിട്ട് അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, ദൈവമേ, ഞാൻ പാപിയാണ്, എനിക്ക് വിധിക്കാൻ യോഗ്യതയില്ല. പെട്ടെന്ന് പാപിനിയായ സ്ത്രീ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, പാപിയായ എന്നോട് പൊറുക്കണം, ഞാൻ നിന്നെ വിധിക്കുന്നില്ല. നോക്കിയേ, ആ 2 കൂട്ടരെയും യേശു നേടുകയാണ്. ഇതാണ് പക്വതയുടെ ജെന്റിൽമാൻ എന്ന് പറയുക. യേശുവിൻ്റെ വാക്കുകൾ എപ്പോഴും അങ്ങനെയായിരുന്നു. മറ്റുള്ളവരെ നേടാനുള്ള വാക്കുകൾ, മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കുന്ന വാക്കുകൾ, മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്ന വാക്കുകൾ. ഈ വാക്ക് ഉപയോഗിക്കുന്ന അവൻ്റെ പേരാണ് ജെന്റിൽമാൻ.
അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിൻ്റെ പ്രായക്കുറവിൻ്റെ പേരിൽ നിന്നെ ആരും അവഗണിക്കരുത്. നമ്മൾ വിചാരിക്കരുത് നമ്മൾ തോന്നിയതെല്ലാം പറയുമ്പോഴാണ് നമ്മൾ വലിയ മനുഷ്യർ. അല്ല, നമ്മൾ പരാജയപ്പെട്ട മനുഷ്യരാണ്. നമ്മൾ തോന്നിയതെല്ലാം പറയുമ്പോൾ നമ്മൾ പരാജയപ്പെട്ട മനുഷ്യരാണ്. രണ്ടാമതായിട്ട് ഈശോ പറയുകയാണ്, പെരുമാറ്റത്തിൽ പക്വതയുള്ളവരായിത്തീരും. പെരുമാറ്റത്തിൽ പക്വത. നമ്മുടെ പെരുമാറ്റങ്ങൾ മറ്റുള്ളവർക്ക് ആകർഷണമാണോ അരോചകത്വമാണോ ഉളവാക്കുക? നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ സാന്നിധ്യങ്ങൾ മറ്റുള്ളവർക്ക് അരോചകത്വം ഉളവാക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ പ്രായത്തിൽ നമുക്ക് പക്വതയില്ല എന്നുള്ളതാണ്. തോന്നിയ പോലെ ജീവിക്കുക, വസ്ത്രങ്ങൾ നമുക്ക് അലക്കും കുളിയുമില്ലാതെയൊക്കെ ജീവിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം പോലും മറ്റുള്ളവർക്ക് അരോചകത്വം ഉളവാക്കുക, അത് നമ്മുടെ ജെന്റിൽനെസ് ഇല്ല എന്ന് കാണിക്കുന്നതിൻ്റെ സൂചനയാണ്. നമ്മൾ വിചാരിക്കരുത് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് ആരെയും ഇമിറ്റേറ്റ് ചെയ്യുക? ഒരുപക്ഷെ നമ്മൾ സിനിമാ നടന്മാരെയോ അല്ലെങ്കിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പലതും തന്നെയാണ് മക്കളൊക്കെ ഇമിറ്റേറ്റ് ചെയ്തു. പക്ഷേ ആ ഇമിറ്റേഷൻ മറ്റുള്ളവരിലേക്ക് എന്നെ നയിക്കുന്നുണ്ടോ എന്നതാണ് നമ്മൾ പരിശോധിക്കാൻ. യേശുവിനെ ആകർഷിക്കാൻ, യേശുവായി മാറാനുള്ള ഒരു പെരുമാറ്റ ശൈലി, അവൻ്റെ പെരുമാറ്റ ശൈലികൾ, അവൻ്റെ സാന്നിധ്യങ്ങൾ അനേകരെ ആകർഷിച്ചു എന്നവൻ. അവൻ നടന്ന വഴികളിലേക്ക് അനേകര് അവൻ്റെ പുറകെ നടന്നു എന്ന് പറയും. അവനിൽ നിന്നും ആരും അകന്നു പോകാൻ ആഗ്രഹിച്ചില്ല. നമ്മിൽ നിന്നും ആരെങ്കിലുമൊക്കെ അകന്നു പോകാൻ ആഗ്രഹിക്കും. ജീവിത പങ്കാളി പോലും കൂടെ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് പരാജയമാണ്. അപ്പനും അമ്മയും നമ്മുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത് പരാജയമാണ്. മക്കൾ നമുക്ക് ആശ്രയമാകാൻ കഴിയുന്നില്ലെങ്കിൽ അത് പരാജയമാണ്. അത് ജെന്റിൽനെസ് ഇല്ലാത്തതിന്, പ്രായത്തിൽ പക്വതയില്ലാത്തതിൻ്റെ സൂചനയായിട്ട് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്, വാക്കില്, പെരുമാറ്റത്തില്, സ്നേഹം ഇന്ന് കാപട്യമാ. സ്വന്തം മുലപ്പാലിൽ പോലും വിഷം ചേർത്ത് മക്കളെ കൊല്ലുന്ന കാലഘട്ടത്തിൽ സ്വന്തം കുഞ്ഞിനെ കാമുകന് കിടക്കാൻ വിട്ടുകൊടുക്കുന്ന കാലഘട്ടത്തിൽ എന്തൊരു സ്നേഹത്തിന്റെ കളങ്കതയാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹം ഇങ്ങനെ കളങ്കമാണ്. എനിക്കെന്ത്? അത് ജെന്റിൽനെസ് കുറവാണ്, അതിൽ പക്വതയില്ലായ്മയാണ്. ഒരമ്മ സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ സ്വന്തം കാമുകന്റെ കിടപ്പറയ്ക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ എന്തൊരു പരാജയമാണ്. സ്വന്തം ജീവിത പങ്കാളിയെ അങ്ങനെ ചതിക്കുമ്പോൾ എന്തൊരു പരാജയമാണ്. അതുകൊണ്ട് പ്രായത്തിൽ പക്വതയുണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തിൽ. വീണ്ടും ഈശോ ഓർമ്മപ്പെടുത്തുക, വിശ്വാസത്തിൽ നീ പക്വതയുണ്ടാകും. വിശ്വാസത്തിൽ നമ്മുടെ പക്വത എന്തുമാത്രമാണ്? എനിക്ക് നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ അതിൽ പക്വതയില്ല. അതുകൊണ്ടാണ് യോസേപ്പ് പിതാവിനെ പരിചയപ്പെടുത്തി. അവൻ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അവൻ്റെ നേട്ടങ്ങളെല്ലാം തകർന്നപ്പോഴും സ്വർഗത്തിന് വേണ്ടി അവൻ വിശ്വസിച്ചു. കൂടെ ജീവിക്കുന്നവർക്ക് വേണ്ടി അവൻ വിശ്വസിച്ചു. അതാണ് പക്വതയുടെ വിശ്വാസം. നമ്മൾ എനിക്കെന്ത് കിട്ടുമെന്ന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അത് പക്വതയില്ലാത്ത വിശ്വാസമാണ്. ആ വിശ്വാസമല്ല ഈശോ ആഗ്രഹിക്കുന്നത്, ആ ഒരു ജീവിതമല്ല. ഒടുവിലായി പറയുകയാണ്, വിശുദ്ധിയിൽ നിങ്ങൾ പക്വതയുള്ളവരാണ്. വിശുദ്ധി ഈ കാലഘട്ടത്തിൽ ഏറ്റവും പരാജയപ്പെട്ട ഒരു കാര്യമാണ്, വിശുദ്ധിയിൽ പക്വതയില്ലായ്മ. അതുകൊണ്ട് ഈ പ്രായത്തിൽ വിശുദ്ധി ആയിരിക്കുക. നമ്മുടെ പ്രായത്തിൻ്റെ പക്വതയിൽ വിശുദ്ധമായി ജീവിക്കാൻ, കണ്ണുകൾ കൊണ്ട് കാണുന്നതും സ്പർശിക്കുന്നതും സാന്നിധ്യങ്ങളും ചിന്തകളുമെല്ലാം ദൈവത്തിന് പ്രീതികരമാകുമ്പോഴാണ് നമ്മൾ പക്വതയുള്ള മനുഷ്യരായി മാറുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചുരുക്കുകയാണ്, നമ്മൾ കേട്ടത് വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ട കാലഘട്ടമാണ്. ഒരിക്കൽ കൂടി വചനം ഓർത്തു വെച്ചുകൊള്ളുക. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം, നിങ്ങളുടെ പ്രായക്കുറവിൻ്റെ പേരിൽ നിങ്ങളെ ആരും മാറ്റി നിർത്താൻ ഇടവരുത്തരുത്. അതുകൊണ്ട് 60 വയസ്സ് അപ്പൻ വിചാരിക്കരുത് ഞാൻ പ്രായം തികഞ്ഞവനാണ്. അല്ല, 60 വയസ്സെത്തിയാലും പക്വതയില്ലെങ്കിൽ നമ്മുടെ പ്രായം കുറഞ്ഞവനാണ് നമ്മളെ മാറ്റി നിർത്തും. അതുകൊണ്ട് പ്രായത്തിൻ്റെ പക്വതയിലേക്ക് വളരുമ്പോൾ നമ്മൾ ലോകത്തിൽ അഭിമാനത്തിൻ്റെ വിശുദ്ധിയുടെ മനുഷ്യരായി മാറും. ആ ഒരു വിശുദ്ധിയിലേക്ക് നടന്നു നീങ്ങുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. അതിനെ ഈശോ ഓർമ്മപ്പെടുത്തി, വാക്കിലും പെരുമാറ്റത്തിലും സാന്നിധ്യത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും വിശ്വാസത്തിലും വിശുദ്ധിയിലുമെല്ലാം നിനക്ക് പക്വതയുണ്ടാകട്ടെ. അപ്പോൾ നീ ലോകത്തിൻ്റെ വലിയ മനുഷ്യനായിത്തീരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.